മഴ സംബന്ധിച്ച ജില്ലാ കളക്ടർമാരും IMDയുടെ ഉദ്യോഗസ്ഥരും ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത വളരെ വിശദമായിട്ടുള്ള പരിശോധനയും ആലോചനയും റവന്യൂ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ലാൻഡ് റവന്യൂ കമ്മീഷണറും KSTMയുടെ മെമ്പർ സെക്രട്ടറിയും ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുത്ത് ചേരുകയുണ്ടായി. മഴ വരുന്ന 2 ദിവസങ്ങളിൽ കൂടി നല്ലതുപോലെ പെയ്യും എന്ന് തന്നെയാണ് നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാധാരണ നിലയിൽ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ഇന്നും നാളെയും മറ്റന്നാളും നല്ല വിധത്തിലുള്ള മഴ തന്നെ ഉണ്ടാകും. അതുമായി ബന്ധപ്പെട്ട് അലർട്ടുകളും നല്ലതുപോലെ വന്നിട്ടുണ്ട്. 29 മുതൽ മഴ കുറഞ്ഞു വരും എന്നാണ് നമ്മൾ കാണുന്ന കണക്ക്. അങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ 2 ദിവസങ്ങളിലും വെള്ളി ശനി ദിവസങ്ങളിലും നല്ല തോതിലുള്ള മഴയുണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. IMD കേന്ദ്ര കാലാവസ്ഥാ പ്രവചന വകുപ്പ് നൽകിയിട്ടുള്ള നിർദ്ദേശപ്രകാരം 29 മുതൽ പതുക്കെ മഴയുടെ അളവ് കുറയും. 30 മുതൽ ജൂലൈ 2 വരെയുള്ള ദിവസങ്ങളിലാണ് മഴയുടെ അളവ് സാധാരണ നിലയിലൊന്ന് കുറഞ്ഞു കാണും എന്നിപ്പോൾ നമ്മൾ കരുതുന്നത്. 3-ാം തീയതി മുതൽ സാധാരണ കാലവർഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള മഴ 10-ാം തീയതി വരെ പെയ്യുകയും 10-ാം തീയതിക്ക് ശേഷം ഒന്നുകൂടി മഴ തീവ്രമായി വരാനുള്ള അനുഭവം ഉണ്ടാവുകയും ചെയ്യും എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഇപ്പോൾ യോഗത്തിന് നൽകിയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ അലർട്ടുകളെല്ലാം നമ്മൾ സൂചിപ്പിച്ചതുകൊണ്ട് ആവർത്തിക്കുന്നില്ല. വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും ഒഡീഷ പശ്ചിമ ബംഗാൾ തീരത്തിനും മുകളിലായി ന്യൂനമർദ്ദം രൂപപ്പെട്ടു എന്നുള്ള കാര്യം സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. ആ ന്യൂനമർദ്ദമാണ് ഇപ്പോൾ കാണുന്ന അതിമഴയ്ക്കുള്ള എല്ലാ വിധത്തിലുള്ള അടിസ്ഥാനപരമായ കാരണവും ഉണ്ടാകുന്നത്. പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് ദിശയിൽ വടക്കൻ ഒഡീഷ, ഗംഗാ തട പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് മേഖലയിലേക്ക് നീങ്ങാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കണക്കാക്കുന്നത്. അത് വെച്ചുകൊണ്ടാണ് കാലാവസ്ഥാ പ്രവചന വിഭാഗം നേരത്തെ പറഞ്ഞിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ളത്. കാലവർഷത്തിൻ്റെ ഭാഗമായി സംസ്ഥാനത്തുടനീളം കാലവർഷക്കാറ്റ് ഇടപെട്ട് ശക്തി പ്രാപിക്കാനുള്ള സാധ്യതയുള്ളതിനാൽ സംസ്ഥാനത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ള മലയോര മേഖലയിൽ മഴയും മഴയോടൊപ്പം നല്ല കാറ്റും ശക്തി പ്രാപിക്കും എന്ന് തന്നെ കാണുന്നുണ്ട്. പരമാവധി 50 മുതൽ 60 കിലോമീറ്റർ വരെ വേഗതയിലുള്ള കാറ്റ് വീശാനാണ് സാധ്യത. അതുകൊണ്ട് നാളെയും ഇതേ ശക്തിയോട് കൂടിയിട്ടുള്ള മഴ തുടരും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശനിയാഴ്ചയോടുകൂടി മഴയുടെ ശക്തി കുറയുമെങ്കിലും ഈ ദിവസങ്ങളിലുണ്ടായ മഴയോടൊപ്പം 50-60 വേഗതയിലുള്ള കിലോമീറ്റർ വേഗതയിലുള്ള കാറ്റ് വീശുമെന്നുള്ളത് കൊണ്ട് മഴയുടെ എഫക്റ്റും കൂടുതലായി ആളുകൾക്കിടയിലേക്ക് പതിക്കാനുള്ള സംവിധാനം ഉണ്ടാകും എന്ന് നമ്മൾ ഇപ്പോൾ കാണുന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നം. ഈ ദിവസങ്ങളിൽ അതിതീവ്രമായിട്ടുള്ള വലിയ ശ്രദ്ധ ആവശ്യമുള്ളത് ഇടുക്കി ജില്ലയിലാണ്. ഇടുക്കി ജില്ലയിൽ പ്രത്യേകിച്ച് മൂന്നാർ, ഏലപ്പാറ, ഇടുക്കി, പീരുമേട്, KDHP നമ്മളിപ്പോൾ കണ്ടപ്പോൾ 203 മുതൽ 311 വരെ മില്ലിമീറ്റർ മഴ പെയ്തതാണ് ഈ സ്ഥലങ്ങളിലെ എല്ലാം അനുഭവം. ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചിട്ടുള്ളത് KDHPയിൽ ഞമ്മക്കാട് സ്റ്റേഷനിൽ 311.2 മില്ലിമീറ്റർ മഴയാണ് ഇന്നലെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. മഴ തുടരുന്ന സാഹചര്യത്തിൽ എസ്റ്റേറ്റുകൾ, ലയങ്ങൾ, ഒറ്റപ്പെട്ട സ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ പ്രത്യേക ശ്രദ്ധ വേണം എന്ന് ജില്ലാ കളക്ടറോടും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോടും പറഞ്ഞിട്ടുണ്ട്. മൂന്നാർ, മുല്ലപ്പെരിയാർ മേഖലയിൽ പ്രത്യേക ജാഗ്രത ആവശ്യമാണെന്നും ഇപ്പോൾ കാണുന്നുണ്ട്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ നിർദ്ദേശപ്രകാരമുള്ള അലർട്ടുകൾ നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് വളരെയേറെ ജാഗ്രത പാലിക്കേണ്ട സ്ഥിതിവിശേഷവും ഘട്ടവുമാണ് ഉള്ളത് എന്ന് തന്നെയാണ് നമ്മൾ കാണുന്നത്. ചുരുങ്ങിയ ഇടവേളയിലാണ് മഴ പെയ്യുന്നത്. മഴയുടെ സ്വഭാവം വളരെയേറെ മാറുകയാണ്. അതായത് ഒരു ചുരുങ്ങിയ ഇടവേളയിൽ കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥിതിവിശേഷമാണ് കുറച്ച് കാലങ്ങളായി നമ്മൾ കാണുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ 311 mm മഴയൊക്കെ ഒറ്റ പ്രദേശത്ത് ഒരു ഇടവേളയ്ക്കുള്ളിൽ പെയ്യുക എന്ന് പറഞ്ഞാൽ സോയിൽ പൈപ്പിങ്ങിനെ പോലെ അതിഭീകരമായിട്ടുള്ള മണ്ണ് നനയുന്നതുമായി ബന്ധപ്പെട്ട് കുതിരുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾക്കുള്ള സാധ്യതയുണ്ടാകും എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. ജലാശയങ്ങളൊക്കെ വളരെ പെട്ടെന്ന് ജലനിരപ്പ് ഉയരുന്ന സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മഴ തുടരുന്ന സാഹചര്യമാണെങ്കിലും ജലാശയങ്ങളുടെ സമീപത്ത് താമസിക്കുന്നവരും മറ്റു ദുരന്ത പ്രദേശങ്ങളിൽ താമസിക്കുന്നവരുമൊക്കെ അത്യാവശ്യമെന്ന് കണ്ടാൽ മഴ കൂടുതലായി തോന്നിയാൽ സ്ഥലത്തെ റവന്യൂ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും നിർദ്ദേശങ്ങൾ കൂടി കണക്കിലെടുത്ത് ബന്ധുവീടുകളിലേക്കോ ക്യാമ്പുകളിലേക്കോ മാറി താമസിക്കുന്നതാണ് ഏറ്റവും ഗുണകരമായിട്ടുള്ള
കാര്യം എന്നാണ് പൊതുവെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. ആവശ്യമായിട്ടുള്ള ക്യാമ്പുകൾ ആരംഭിക്കാനുള്ള നിർദ്ദേശം ഇതിനകം നൽകിയിട്ടുണ്ട്.